ചെന്നിത്തലയിൽ മടവീഴ്ചയുണ്ടായ പാടശേഖരത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തി. അപ്പർ കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മ അംഗങ്ങൾ, കർഷകർ, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. അപ്പർ കുട്ടനാടിന്റെ പുരോഗതിക്കായി കേന്ദ്രം പ്രഖ്യാപിച്ച പദ്ധതിയുടെ DPR തയ്യാറാക്കി സമർപ്പിക്കാൻ കേരളത്തിന് കഴിയാത്തതാണ് നെൽകർഷകരുടെ പ്രതിസന്ധികൾക്ക് കാരണമെന്ന് സുരേഷ് ഗോപി MP കുറ്റപ്പെടുത്തി. ചെന്നിത്തലയിൽ മടവീഴ്ചയുണ്ടായ 2ാം ബ്ലോക്ക് പാടശേഖരത്തിന് സമീപമുള്ള മറ്റത്തുപടി കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിൽ നെൽകർഷകരുമായി സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഫ്രാൻസിസ് ജോർജും മാണി സി കാപ്പനും പദ്ധതികളായിട്ട് വരുമ്പോൾ ഞാൻ പറയുന്നത് ബെന്നി ബേന് നിങ്ങളൊന്ന് കേരളത്തിനോട് പറഞ്ഞൊരു പദ്ധതിയാക്കി ഇങ്ങോട്ട് അവർ പറയാൻ പറ, എന്നാലേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റൂ എന്ന് മനസ്സ് വെറുത്ത ആളിപ്പോൾ അത് തന്നെ പറയേണ്ടി വരും. എന്തൊരു ഗതിയാണ്. അങ്ങനെ ഒരു വാഗ്ദാനം തന്നെങ്കിൽ കൊണ്ടുപിടിച്ച് നമ്മൾ അതിൻ്റെ പിന്നെ പോയിട്ടില്ല. അതിന് ചെയ്യേണ്ട ആദ്യത്തെ നടപടി ഇവിടെ DPRന്റെ നിർമ്മാണത്തിന് വേണ്ടി എന്ത് നടപടി സ്വീകരിച്ചു, അതിനൊരു തുടക്കം പോലും കുറിച്ചെങ്കിൽ അത് വലിയ വീഴ്ചയല്ലേ? അറിയണ്ടേ? കേന്ദ്രം ആവശ്യപ്പെട്ടത് കേന്ദ്രത്തിൽ കൊടുത്തിട്ടില്ല. പഞ്ചായത്തിൽ 3 മീറ്റിംഗ് നടത്തി. ക്രോസ് വരുന്ന ഇവിടെ DPR ചെയ്യുന്ന KLDC തന്നെയാണ്. അവരുടെ മീറ്റിംഗ് കൂടി, പക്ഷെ പിന്നെ ഒരു ഫോളോ അപ്പോ പിന്നെ വേറെ ഒന്നും വേണ്ട. 1000 മീറ്റിംഗ് നടത്തിക്കോട്ടെ. ഏതൊക്കെ വകുപ്പുണ്ടോ ഇല്ലാത്ത വകുപ്പ് മീറ്റിംഗ് നടത്തിക്കോട്ടെ. ഒരു DPR ആണ് ആത്യന്തികമായിട്ട് അവിടെ സമർപ്പിക്കപ്പെടേണ്ടത്. അത് സമർപ്പിച്ചു. വർഷം 4 ആയി. 2020 അപ്പർ കുട്ടനാടിന്റെ കാർഷിക പുരോഗതിക്കായി 465 കോടി രൂപയുടെ അതിന്റെ പൈലറ്റ് പ്രൊജക്റ്റായി ചെന്നിത്തല പഞ്ചായത്തിലെ പാടശേഖരങ്ങൾ കേന്ദ്രീകരിച്ച് 100 കോടി രൂപയുടെ പദ്ധതി വാഗ്ദാനം ചെയ്തിരുന്നതാണ്. അതിന്റെ DPR സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടും അത് നടപ്പിലാക്കുവാൻ 4 വർഷമായിട്ടും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അപ്പർ കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മ പ്രസിഡന്റും ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഗോപൻ ചെന്നിത്തല, ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ്, ദീപ രാജൻ, പ്രവീൺ കാരാഴ്മ, കീർത്തി ബിപിൻ, മാവേലിക്കര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലേഖ മോഹൻ, ചെന്നിത്തല കൃഷി ഓഫീസർ മഹേശ്വരി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബിജു ശർമ്മ, പാടശേഖര സമിതി പ്രതിനിധികളായ പ്രസന്നൻ മാധവൻ, ബിജു പ്രാവേലിൽ, രാജൻ M വാലുപറമ്പിൽ, രാജൻ കന്യത്ര, രമണൻ, അപ്പർ കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മ ഭാരവാഹികളായ തോമസ് കോശി, വർഗീസ്, BJP നേതാക്കളായ സതീഷ് കൃഷ്ണൻ, ബിനുരാജ്, പ്രവീൺ പ്രണവം, സജു കുരുവിള, ഹരി മണ്ണാരത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, മാന്നാർ.